ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി ഞങ്ങൾ അമ്മൂമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഓരോ തിരക്ക് കാരണം ഞങ്ങൾക്ക് പോകാനേ പറ്റാറില്ല. ഒന്നെങ്കിൽ ഞങ്ങളെ തിരക്ക്, അല്ലെങ്കിൽ അമ്മൂമ്മ വീട്ടിലുണ്ടാവാറില്ല. അങ്ങനെ ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അമ്മൂമ്മയുടെ അടുത്ത് പോയി വരാമെന്ന്. അങ്ങനെ ചേച്ചി രാവിലെ മക്കളെയൊക്കെ സ്കൂളാക്കിയതിന് ശേഷം ഞാനും ചേച്ചിയും പതുക്കെ ഇറങ്ങി. ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അടിപൊളി മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുക്കിയ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്ന് മഴ പെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, നല്ല രസമുണ്ടായിരുന്നു പോകുമ്പം. അതായത് റോഡ് കാണാനും പാടം കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മാമൻ്റെ വീട് കൊടക്കാടാണ്. അപ്പോൾ ആ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പാടൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കൊടക്കാട് എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു. അങ്ങനെ ഞാനും ചേച്ചി ആ ചായക്കടയിൽ കയറി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ മടക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലൈവായിട്ട് മടക്കൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പഴംപൊരിയും വടയും ചട്നിയും പിന്നെ മടക്കൊക്കെ വാങ്ങിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ സ്നാക്സൊക്കെ. പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് മാമൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പം ആണ് ഞങ്ങൾ അറിയുന്നത് അമ്മൂമ്മ അവിടെ ഇല്ല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അമ്മൂമ്മനെ വിളിച്ചു. കുറച്ച് സമയം ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അമ്മൂമ്മേൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. അമ്മൂമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികളെന്ന് പറഞ്ഞാൽ. ചെടീൻ്റെ ഒരു പ്രാന്താണ്. എവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു ഉത്സവത്തിന് പോയാലും അവിടെ നിന്ന് ചെടികൾ വാങ്ങിക്കാതെ അമ്മൂമ്മ വരില്ല. അത് പൂവുള്ള ചെടി ആയിക്കോട്ടെ, ഇലച്ചെടി ആയിക്കോട്ടെ, ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് അമ്മൂമ്മേൻ്റെ വീട്ടിൽ. അതിന് ചെടികൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ അമ്മൂമ്മേൻ്റെ വീട്ടിൽ അവിടെയുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞു കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കത് പറിക്കുക വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. വീട്ടിലുണ്ടാക്കുന്ന പച്ചമുളകാണല്ലോ, അപ്പം നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ ഞാനും ചേച്ചിയും പച്ചമുളകൊക്കെ പറിക്കാൻ വേണ്ടി കവറൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പം കുറച്ചൊന്നുമല്ല കേട്ടോ, ഒത്തിരി പച്ചമുളക് ഉണ്ടായിരുന്നു. ഇന്നലെ മിനിയാന്നായിട്ട് അമ്മൂമ്മ കുറച്ച് പറിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പോലും നമുക്ക് കാണാം ഒരുപാട് പച്ചമുളക്, കുറേ വെള്ളമുളകും അതേപോലെ തന്നെ വയലറ്റ് മുളകും. അങ്ങനെ ഞങ്ങൾ 3 പേരും പച്ചമുളകൊക്കെ പറിച്ചു. പിന്നെ ചേച്ചി പറഞ്ഞു കർക്കിടക മാസമാണല്ലോ, നമുക്ക് കുടലരിക്കേൻ്റെ ഇല പറിക്കാമെന്നുള്ളത്. ഇപ്പം നമ്മൾ മരുന്നൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണല്ലോ ഉലുവച്ചോറും കഞ്ഞിയൊക്കെ. അങ്ങനെ നമുക്ക് അമ്മൂമ്മ ആ ഇലേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്കറിയില്ല കേട്ടോ അതെന്താണെന്നൊന്നും. ഫസ്റ്റ് ടൈമാണ് ഞാനത് കേൾക്കുന്ന പോലെ. അപ്പം അമ്മൂമ്മ അത് വെക്കുന്ന രീതിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതാണ് കുടലരിക്കക്കഞ്ഞി കർക്കിടക മാസത്തിൽ വെച്ച് കുടിക്കൽ. ഇത് 3 ദിവസമാണ് കുടിക്കുക. നാളികേര പാല് പിഴിഞ്ഞ് വെക്കും, അല്ലെങ്കിൽ നാളികേര ഉള്ളിയും ജീരകമൊക്കെ കൂട്ടി അരയ്ക്കും. പിന്നെ ഒരു നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒരു വറാണ് കുടിക്കേണ്ടത്. ഇത് എന്ന് എത്ര കുടിച്ചാലും കുഴപ്പമൊന്നും ഉള്ള സാധനമല്ല. കർക്കിടക മാസത്ത് കുടിക്കണ കഞ്ഞിയിൽ യൂസ് ചെയ്യണതാണ് അല്ലേ. അങ്ങനെ അമ്മൂമ്മനോട് ബായ് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധിക ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയം നോക്കി ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്